ഞാനതൊന്ന് ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഷാംപൂ ജെൽ എങ്ങനെ യൂസ് ചെയ്യാൻ ചോദിച്ചു. ജെല്ല് ഇപ്പൊ ഇന്ന് യൂസ് ചെയ്താൽ ഒരു ദിവസം കഴിഞ്ഞാൽ അത് മറ്റന്നാളെ യൂസ് ചെയ്യേണ്ടത്. ഷാംപൂ ആഴ്ച 2 ദിവസം, അത് ഏതെങ്കിലും ഒരു ഡേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ ഇന്ന് യൂസ് ചെയ്താൽ പിന്നെ ആഴ്ചയിൽ ഇടയ്ക്കുള്ള ഒരു ദിവസം യൂസ് ചെയ്യാം. ആൻഡ് ഈ രാത്രി ജെല്ല് വെച്ചിട്ട് രാവിലെ ഷാംപൂ ഇട്ട് കഴുകണം, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഷാംപൂ അന്ന് ഉപയോഗിക്കുന്ന ദിവസമാണെങ്കിൽ ആ ഷാംപൂ ഇട്ടാൻ കഴുകുക, അല്ലാത്ത ദിവസം ഷാംപൂ ഉപയോഗിക്കാത്ത ദിവസമാണല്ലോ, ബട്ട് ജെല്ല് തേക്കുന്ന ദിവസമായിരിക്കും. നോർമൽ വെള്ളത്തിൽ കുളിച്ച് നന്നായിട്ടൊന്ന് കഴുകിയാൽ മതി. പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ലൊരു കണ്ടീഷണർ, അത് കമ്പനി, കാരണം ഞാൻ അങ്ങനെ കണ്ടീഷണർ യൂസ് ചെയ്ത പേഴ്സൺ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കമ്പനി റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു കണ്ടീഷണർ യൂസ് ചെയ്യാം. പക്ഷെ അത് സ്ഥിരം യൂസ് ചെയ്യാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് മുടി നിങ്ങൾക്ക് ഭയങ്കര ഫിസിയാണ്, ഡ്രൈ ആണെന്നൊക്കെ തോന്നുന്നെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് എന്റേതാ ഈ മുടിയില്ലേ, ഈ മുടി വളരെ ഡ്രൈ ആണ്. അതായത് ഞാൻ നന്നായിട്ട് മുടി വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ്. ബട്ട് ഈ ഒരു കൊഴിച്ചിൽ വന്നപ്പോൾ എനിക്ക് വെട്ടേണ്ടി വന്നു. കാരണം മുടിയുടെ ലെങ്ത്, ഞാൻ മനസ്സിലാക്കിയത് മുടിയുടെ ലെങ്ത് കൂടുന്തോറും അതിന്റെ ആ ഒരു ബലം കുറയുന്ന, ചുമ്മാ മുടിയുടെ കൊഴിച്ചിലിന്റെ അളവ് കൂടി തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കട്ട് ചെയ്തിട്ട് മാത്രമല്ല എന്നിട്ടും നിൽക്കുന്നില്ല. അപ്പൊ ഞാൻ മുട്ട അടിച്ചു. ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർക്ക് മുട്ട അടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കോളേജിലൊക്കെ പോകും, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മിക്ക ഒരു 50% മുട്ട ചെയ്ത്. കാരണം എനിക്ക് അങ്ങനെ ലുക്സും ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്റെ ഒരു എന്താ പറയാ, എന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്തപ്പോൾ ഇതാണ് ബെറ്റർ തോന്നി, അങ്ങനെ ഞാൻ മുട്ട അടിച്ചു. എന്നിട്ട് കാരണം നമ്മൾ വേറെ എന്ത് ട്രീറ്റ്മെന്റോ എന്ത് ടെസ്റ്റ് നമ്മുടെ എക്സ്പെരിമെന്റ് എന്ത് ചെയ്യണമെങ്കിലും മുടി ഉണ്ടെങ്കിൽ അത് നമുക്ക് അത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റത്തില്ല. പക്ഷെ മുട്ട അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഗ്യാപ്പും എല്ലാം ക്ലിയർ ആയിട്ട് കാണാനും പറ്റും, എല്ലാം പക്കയായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ കുറച്ചും കൂടെ സാവകാശം തന്നാല് ഞാൻ അടുത്ത കാരണം ഈ ഷാംപൂ ജെല്ല് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഫുള്ള് മാറും ഞാൻ ഒരിക്കലും പറയില്ല. നേരത്തെ വീഡിയോയിൽ ഞാൻ പറയില്ല, 100% ഞാൻ പറയില്ല. കാരണം ഇതൊരു കൺട്രോളിങ് ആസ്പെക്ട് ആണ്. ഇതിപ്പം കുറച്ച് നാൾ ഉപയോഗിക്കുമ്പം അതൊന്ന് കുറയും. ചിലപ്പം നിങ്ങളുടെ ബാക്കി ആസ്പെക്ട്സ് നിങ്ങൾ അത് നെഗറ്റീവിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് താരം വീണ്ടും വരും. അത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം വേറെ ആസ്പെക്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയാം. കാരണം ഇതൊക്കെ ഓരോരോ ടോപ്പിക്കാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. അപ്പൊ അത് എന്തായാലും പെട്ടെന്ന് ഓടിച്ച് പറയാം. ഫസ്റ്റ് ഉറക്കം, പിന്നെ ഫുഡ്, പിന്നെ ഹൈജീൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം ഉറക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. പക്ഷെ അത് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഷാംപൂ ജെല്ലെന്ന് ചോദിക്കാതെ നിങ്ങൾ ആദ്യം കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. എന്നിട്ട് ഈ ഷാംപൂ ജെല്ല് പോയി വാങ്ങുക. ഓക്കെ. പിന്നെ ഇത് എന്നോട് ചോദിച്ചത് ഇതിന്റെ ലിങ്ക് ഉണ്ടോ, ഞാൻ ഫോട്ടോ ഇട്ടിരുന്നില്ല. ആ ഫോട്ടോ സെയിം സാധനം മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചാൽ അവിടെ കാണും. ആൻഡ് എന്റെ അടുത്ത് കുറെ പേര് പിന്നെ നീയൊക്കെ ഡോക്ടറിന്റെ നമ്പറൊക്കെ ചോദിച്ചാൽ അതും ചോദിക്കണമാരില്ല, കണ്ണൂർ കാസർഗോഡ് നിന്ന് നിങ്ങൾക്ക് എങ്ങനെ അവിടെ നിന്ന് വരെ വരും. ഞാൻ പറയണത്, ഡെർമറ്റോളജിസ്റ്റ് ഏത് കാണിച്ചാലും നിങ്ങൾ ആദ്യം ഞാൻ കാണിക്കാൻ പറയുന്നത് വെച്ചാൽ ചിലവർക്ക് സിവിയർ ആയിരിക്കും, ചിലവരുടെ സ്കാൽപ്പ് കണ്ടീഷൻ എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ നല്ല സിവിയർ ആയിരിക്കും, സോറിയാസിസ് പോലത്തെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എനിക്ക് ഇന്നലെ കുറെ പേര് ഫോട്ടോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന പോലത്തെ കണ്ടീഷൻ ആയിരുന്നു, അതായത് അത്ര സിവിയർ ആയിരുന്നു. പിന്നെ അത് എങ്ങനെയൊക്കെ മാറിയതാ, ബട്ട് സ്റ്റിൽ നിങ്ങൾ അത് കൊണ്ട് കാണിക്കുക. അപ്പം ഡോക്ടർ പറയും, നിങ്ങളുടെ സ്കാൽപ്പ് കണ്ടീഷൻ വെച്ചുള്ള ട്രീറ്റ്മെന്റ് പറയും. അതല്ല നിങ്ങൾക്കൊരു ആവറേജ് മീഡിയം ഇടയ്ക്ക് വന്നു പോയി അങ്ങനത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഷാംപൂ എന്തായാലും യൂസ് ചെയ്യാം. പിന്നെ ജെല്ലിന്റെ ആണ് ഞാൻ പറയുന്നത്, ജെല്ല് യൂസ് ചെയ്യണമെങ്കിൽ അത്രയും സിവിയർ അല്ലെങ്കിൽ നിങ്ങൾ